പ്രിയ സുഹൃത്തുക്കൾക്ക് നമസ്കാരം. ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത് മൊബൈൽ സ്ക്രീൻ എങ്ങനെ കമ്പ്യൂട്ടറിൽ കാണാമെന്നും അത് എങ്ങനെ കമ്പ്യൂട്ടർ വഴി നമ്മുടെ മൊബൈലുകൾ ൻ്റെ കംപ്ലൈൻറ്റുകൾ തീർക്കാമെന്നും അത് വിദേശത്തിരുന്നായാലും എങ്ങനെ ചെയ്യാമെന്നുമുള്ള ഒരു ചെറിയ സോഫ്റ്റ്വെയറാണ്. ഇത് വളരെ MB കുറഞ്ഞ സോഫ്റ്റ്വെയറാണ്. അത് ആദ്യം പോകേണ്ടത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോവുക. അതിനുശേഷം നമ്മൾ ടീം വ്യൂവർ ക്വിക്ക് സപ്പോർട്ട് എന്ന ആപ്ലിക്കേഷൻ നമ്മൾ നോക്കുക. അത് സാംസങ്ങിൻ്റെ ഉപഭോക്താക്കളാണ്. സാംസങ്ങിന് വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ആദ്യം അത് ഡൗൺലോഡ് ചെയ്യുക. ഞാനിത് ഓൾറെഡി ഡൗൺലോഡറാണ്. ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിലൊരു യൂസർ ID ഉണ്ടായിരിക്കും. ഇതിൽ ആ സോഫ്റ്റ്വെയറിന് ഇതുകൊണ്ട് ഇത്രയേ ഉപയോഗമുള്ളൂ. ബാക്കി നമ്മൾ കമ്പ്യൂട്ടറിലാണ് ചെയ്യേണ്ടത്. ബാക്കി എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അടുത്തതായി കമ്പ്യൂട്ടറിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നമ്മൾ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിൻ എടുത്തിട്ട് അതിൽ ഗൂഗിൾ സെർച്ചിൽ ടീം വ്യൂവർ അപ്പോൾ അത് അവിടെ തന്നെ ഉണ്ട്. ടീം വ്യൂവർ അത് സെർച്ച് ചെയ്യുക. അപ്പോഴത്തേക്കും ടീം വ്യൂവർ വിൻഡോസ് ഡൗൺലോഡ് അതിൻ്റെ ഒന്ന് വരും. അത് നമ്മൾ കമ്പ്യൂട്ടറിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയറാണ്. അതെടുക്കുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിന് വേണ്ടി ഡൗൺലോഡ് ടീം വ്യൂവർ അത് കിടപ്പുണ്ട്. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. 12.3 MB ഉള്ളൂ. കുറച്ച് MB കുറഞ്ഞ ഒരു ഫയലാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ആവും. ഇപ്പോൾ ടീം വ്യൂവർ അത് ഡൗൺലോഡായി കഴിഞ്ഞു. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന എവിടെയാണ് അവിടുന്ന് ടീം വ്യൂവർ അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനെ റൺ ചെയ്യേണ്ടതുണ്ട്. റൺ ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. നമുക്കത് ചെയ്യുമ്പോൾ മനസ്സിലാവും. അത് നമ്മൾ പേഴ്സണലാണ് ചെയ്യേണ്ടത്. അതിപ്പോൾ പേഴ്സണൽ കമ്പനി നെയിമിലൊക്കെ ഉണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പേഴ്സണലാണ്. അക്സെപ്റ്റ് ആൻഡ് ഫിനിഷ് ചെയ്യുക. യെസ് കൊടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നതായി നമുക്ക് കാണാം. ഡൗൺലോഡ് ഫുള്ളായിട്ടില്ല. ഡൗൺലോഡ് ഫുള്ളാകുമ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ, അത് ഡൗൺലോഡായി കഴിഞ്ഞു. ഇനിയാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ. അടുത്തത് എങ്ങനെയാണ് നമ്മളിത് കണക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുമ്പോൾ അത് ഇങ്ങനെയാണ്. ടീം വ്യൂവറിൻ്റെ കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെ വരും. ഇതിൽ നമുക്കൊരു യൂസർ IDയും പാസ്വേഡൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ അതല്ല ചെയ്യേണ്ടത്. നമ്മൾ ഇപ്പോഴത്തെ സമയം റിമോട്ട് കൺട്രോൾ ഫയൽ ട്രാൻസ്ഫർ എന്ന അതിൽ റിമോട്ട് കൺട്രോൾ കൊടുത്തതിന് ശേഷം നമ്മുടെ മൊബൈൽ ഫോണിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയപ്പോൾ അതിലൊരു യൂസർ ID നമുക്ക് ഉണ്ടായിരിക്കും. ആ യൂസർ ID നമ്മൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് ഓരോ മൊബൈലിൽ ഓരോ യൂസർ ID ആയിരിക്കും. അപ്പോൾ ആ മൊബൈലിൻ്റെ ഏത് മൊബൈലാണ് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടത് ആ മൊബൈലിൻ്റെ യൂസർ ID ഇവിടെ അടിച്ചതിന് ശേഷം കണക്റ്റ് അത് കൊടുക്കുക. അപ്പോൾ മൊബൈലും അത് ഓപ്പൺ ആക്കിയതിന് ശേഷം മാത്രമേ കൊടുക്കാവൂ. അപ്പോൾ മൊബൈലിൽ നമുക്ക് അലൗ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡയലോഗ് ബോക്സ് വരും. അപ്പോൾ നമ്മൾ അലൗ ചെയ്യുക. അതോടുകൂടി അലൗ ചെയ്യുന്നതോടുകൂടി അത് കണക്റ്റ് ആയതായി നമുക്ക് കാണാം മൊബൈൽ. അതിനുശേഷം നമ്മൾ മൊബൈലിൽ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമുക്ക് വരുന്നതായി കാണാം. അതേപോലെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് മൊബൈലിലോട്ടായി മാറുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ നിന്ന് നമുക്ക് മൊബൈലിനെ ഏത് മൊബൈലാണോ നമുക്ക് ചെയ്യുന്നത്, ഏത് മൊബൈലല്ല, ഇതിപ്പോൾ കണക്ട് ചെയ്ത മൊബൈൽ മാത്രം, അതിനെ നമുക്ക് എങ്ങനെ വേണോ റെഡിയാക്കാൻ കഴിയും. അതിലുള്ള സെറ്റിങ്സിലേക്ക് സെറ്റിങ്സിൽ പോകാം. സെറ്റിങ്സിൽ പോയതിന് ശേഷം നമുക്ക് എന്ത് വേണം ചെയ്യാം. അത് ആ മൊബൈലിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. വീഡിയോ ഏത് ഇത് വേണോ, ഇതിപ്പോൾ ലൊക്കേഷൻ
എന്ത് വേണം ചെയ്യാം. മൊബൈലിലുള്ള വീഡിയോസ് നമുക്ക് കാണാൻ കഴിയും. മൊബൈൽസിൽ വീഡിയോ ഉണ്ടെങ്കിൽ വീഡിയോ കാണാൻ കഴിയും. എന്ത് വേണം നമുക്ക് ആ മൊബൈലിൽ ചെയ്യാൻ കഴിയും. ഇപ്പോൾ മൊബൈലിൽ ഞാനൊരു വീഡിയോ പ്ലേ ആക്കി കാണിച്ചു തരാം. ഇത് മൊബൈലിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്ത് കാണിക്കാത്തത്. മൊബൈൽ ഡൗൺലോഡ്, അതിൽ കന്ദസ്വാമി ഒരു ഫിലിമുണ്ട്, അത് ജസ്റ്റ് ഞാൻ പ്ലേ ആക്കി കാണിക്കും. ഉണ്ടോ മൊബൈലിൽ അത് പ്ലേ ആവുന്നുണ്ട്. ഇതിനെ നമുക്ക് ഇതേപോലെ എന്ത് വേണോ ചെയ്ത് റെഡിയാക്കി എടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ മൊബൈലിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ അതിൻ്റെ സെറ്റിങ്സിൽ പോയതിനു ശേഷം നമുക്ക് അറിയാവുന്ന ആളാണെങ്കിൽ അത് ക്ലിയറായി ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏത് മൊബൈലിൽ വേണമെങ്കിലും ടീം വ്യൂവർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിലൊരു യൂസർ ഐ ഡി കാണാം. ആ യൂസർ ഐ ഡി ഞാൻ ആദ്യം കാണിച്ച സോഫ്റ്റ്വെയറിൽ, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ ആ നമ്പർ അടിച്ചതിന് ശേഷം അത് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത മൊബൈലിൽ ഒരു അലോ ഇത് വരും. അത് അലോ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആ മൊബൈൽ പൂർണ്ണമായും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വരും സ്ക്രീൻ. അത് വെച്ച് നിങ്ങൾക്ക് ആ മൊബൈലിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ തീർത്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.